ഡേ 3 നമ്മുടെ ഹോട്ടൽ റീഓപ്പൺ ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസത്തെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പ്രതീക്ഷയൊക്കെ കിട്ടിയിട്ടുള്ള ദിവസമാണ്. അതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പക്ഷെ ഇന്നലെ പറഞ്ഞു വെച്ചൊരു കാര്യമാണ്, എങ്ങനെയാണ് ഒരു ഹോട്ടൽ ലാഭത്തിലേക്കും നഷ്ടത്തിലേക്കും പോകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഈ ഫീൽഡിൽ പരിചയമില്ലാത്ത ഒരാൾ ഒരു ഹോട്ടലിൽ പോയി ചായ കുടിക്കുമ്പോൾ വിചാരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ കാര്യം ഈ കാണുന്ന പലരും ചിന്തിച്ചിട്ടുണ്ടാവും. ഒരു ഗ്ലാസ് ചായ വെക്കുമ്പോൾ അതിന്റെ ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത് പാലിന് തന്നെയാണ്. അതിനൊരു 5 രൂപ കണക്കൂട്ടുക. ബാക്കിയുള്ള തേയിലയും പഞ്ചസാരയൊക്കെ കൂട്ടുമ്പോൾ 8 രൂപ വരും. ഇപ്പോഴത്തെ ഗ്യാസിന്റെ റേറ്റ് വെച്ച് കൂട്ടുകയാണെങ്കിൽ ഒരു 10 രൂപ മാക്സിമം. അതൊരു 100-200 ചായ വെക്കുമ്പോഴത്തേക്ക് 1000 രൂപ പ്രോഫിറ്റ് വന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ആണെന്നാണ് ഒരു ബിഗിനറുടെ ചിന്താഗതി. അതൊരു പരിധി വരെ കറക്റ്റ് ആണ്. പക്ഷെ അതിൽ ഒളിഞ്ഞെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു 10 സ്റ്റാഫുള്ള ഷോപ്പിന്റെ ഏകദേശ കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഹോട്ടൽ കഥ എനിക്ക് മടുക്കുന്നവരെ ഡെയിലി പറയാമെന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങളൊരു ഹോട്ടലൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ എന്റെ കുറച്ച് ദിവസത്തുള്ള ഈ കഥയൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ അകത്തുള്ള പ്രതിസന്ധി എന്തൊക്കെയാണെന്നുള്ളത്. ഈ വീഡിയോ ഹോട്ടൽ സ്റ്റോറിന്റെ പാർട്ട് 4 ആണ്. ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഒന്ന് കാര്യം നോക്കിയാൽ മതി. ഇനി ഒരു 10 സ്റ്റാഫുള്ള ഹോട്ടലിന്റെ ഏകദേശ കണക്ക് പറയാം. അവരുടെ സാലറിയും റെന്റും കറണ്ട് ബില്ലും അങ്ങനെ എല്ലാ എക്സ്പെൻസും കൂടി ഏകദേശം 10,000 to 12,000 രൂപ വരെ ഡെയിലി എക്സ്പെൻസ് വരും. ഈ എക്സ്പെൻസ് നിങ്ങൾ കവർ ചെയ്യണമെങ്കിൽ ഏകദേശം 30,000 to 35,000 അല്ലെങ്കിൽ 40,000 രൂപയുടെ കച്ചവടം മിനിമം ചെയ്യേണ്ടി വരും. അത് നിങ്ങളുടെ ഫുഡിന്റെ കോസ്റ്റിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫുഡ് ഉണ്ടാക്കുന്ന ആള് നല്ല കൺട്രോളുള്ള ആളാണെങ്കിൽ അത് 30,000 നിൽക്കും. അതല്ല എങ്കിൽ 40,000 മുകളിലും നിൽക്കില്ല. എന്ന് വിചാരിച്ച് വല്ലാണ്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുഡിന്റെ ടേസ്റ്റിനെയും ബാധിക്കും. പിന്നെ കസ്റ്റമർ വരില്ലല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു കച്ചവടം കിട്ടിയിട്ടില്ല എങ്കിൽ ഓരോ ദിവസവും നഷ്ടമായിരിക്കും. കച്ചവടം കുറയുന്നതിനനുസരിച്ചിട്ട് ഡെയിലി 3,000, 4,000, 10,000 അതിൽ കൂടുതലോ നഷ്ടം വന്നേക്കാം. ഒരു 10,000 ആവറേജ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് 3 ലക്ഷം രൂപ, ഒരു കൊല്ലത്തേക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഹോട്ടൽ കൊണ്ട് രക്ഷപ്പെടുന്നവരുണ്ട്, കുത്തുപാട് എടുക്കുന്നവരും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ എന്റെ പരിപാടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കലാണ്. നമ്മൾ ഒരു മാസം മുമ്പ് ഗ്യാസിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഷോപ്പ് ക്ലോസ് ആക്കുന്ന സമയത്ത് നമ്മുടെ ഫോൺ മിസ്സായിട്ടുണ്ടായിരുന്നു. അത് കളപോയതാണോ അല്ലെങ്കിൽ മിസ്സായതാണോ എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. അത് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് എന്റെ പേരിൽ സിം ആയതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. നമ്മളെ ഇതുവരെയുള്ള എല്ലാ വീഡിയോയിലും ഞാൻ ഈ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഡെലിവറിക്ക് വേണ്ടി ആൾക്കാർ ആ നമ്പറിൽ വിളിക്കുന്നുണ്ടാവാം. അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സിം കിട്ടി. ഇനി ഇന്ന് മുതൽ ഡെലിവറിയും സ്റ്റാർട്ട് ആകണം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്നലെ മുതൽ നമ്മൾ കപ്പ ബിരിയാണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ന് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് നമ്മുടെ പഴയ ബിരിയാണിയാണ്. പക്ഷേ ഉച്ചക്കില്ല കേട്ടോ, രാത്രി ദമ്മ പൊട്ടിച്ചിട്ട് ആ ചൂടോടെ ഇലയെ കൊടുക്കുന്ന ലഗോൺ ബിരിയാണി ആയിരിക്കും. നമ്മൾ ഇതുവരെയുള്ള എല്ലാ വീഡിയോയിലും നമ്മൾ ഓരോ ഐറ്റം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി. ഇന്ന് പരിചയപ്പെടുത്തുന്നില്ല, നമുക്ക് നാളത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താം. നമ്മളെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്, നമ്മളെ മെയിൻ ഷെഫ് ആരാണ്, നമ്മൾ റീഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ നിന്ന ആൾക്കാർ ആരൊക്കെയാണ്, ഇതൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണിക്കാട്ടോ. നമ്മൾ ഈ ഒരു കഥ പറച്ചിൽ കൊണ്ടുണ്ടായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ട്. കൂടാതെ ഇന്ന് കണ്ണൂരിൽ നിന്ന് വന്ന ഒരാൾ അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാണ്ട് നേരെ നമ്മളെ ഷോപ്പിൽ വന്നിട്ട് നമുക്ക് കച്ചവടം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഭക്ഷണം കഴിച്ച ആളുണ്ട്. അപ്പോൾ കൂടുതൽ കഥയുമായിട്ട് നാളെ കാണാം.